വലിയ ദിവസങ്ങളിലൂടെ നാം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഏറെ ഭക്തിയോടും വിശുദ്ധിയോടും നോമ്പാചരിച്ചു പോകുന്ന പൂർവ്വപിതാക്കന്മാരുടെ പിൻതലമുറക്കാരാണ് നാം ഓരോരുത്തരും. എന്നാൽ ഇന്ന് ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ദിനം പ്രതി വളരുന്ന ഈ കാലഘട്ടത്തിൽ, ഈ നൂറ്റാണ്ടിൽ നമ്മുടെ നോമ്പാചരണം എവിടെ എത്തി നിൽക്കുന്നു? ഇന്ന് പലപ്പോഴും നോമ്പാചരിക്കുന്നത് കൊണ്ട് പ്രത്യേക ഗുണമില്ലെന്നും പ്രാർത്ഥിക്കുന്നതിന് പ്രത്യേക ഗുണമില്ലെന്നും പഠിപ്പിക്കലുകളും അല്ലെങ്കിൽ അതുപോലത്തെയുള്ള സംസാരങ്ങളും നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് നോമ്പ് എന്തിനാണ് നമ്മൾ നോമ്പ് നോക്കുന്നത്? നമുക്ക് നോമ്പ് എന്തിനാണെന്ന് നമ്മുടെ കയ്യിലുള്ള, നമ്മൾ എന്നും ഉപയോഗിക്കുന്ന നമ്മുടെ കയ്യിലുള്ള ഒരു വസ്തുവായിട്ട് കമ്പയർ ചെയ്ത് നോക്കാം. മൊബൈൽ ഫോൺ നമ്മുടെ കയ്യ്, കാല്, കണ്ണ്, മൂക്ക് എന്നീ അവയവം പോലെ തന്നെ ഒരു പ്രായം കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മുടെ മൊബൈൽ ഫോണുകൾ. മൊബൈൽ ഫോണുകൾ നമുക്ക് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു അവയവം പോലെയാണ് നമ്മൾ കാണുന്നത്. കണ്ണിനോ മൂക്കിനോ ചെവിക്കോ ഒക്കെ നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 ദിവസം നോക്കാം, എന്നിട്ട് ശരിയായില്ലെങ്കിൽ ഡോക്ടറെ കാണിക്കാം എന്നൊക്കെ വിചാരിച്ച് നമ്മളിരിക്കും. പക്ഷെ നമ്മുടെ മൊബൈൽ ഫോൺ ഒരു ദിവസം ഒന്ന് ഓണാവാതെ ഇരുന്ന് നോക്കി നമ്മൾ അന്ന് തന്നെ പോയി അത് ശരിയാക്കാൻ നോക്കും. കാരണം അത്രമേൽ നമ്മുടെ ജീവിതം മൊബൈൽ ഫോണുകളായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മൾ ഈ മൊബൈൽ ഫോണുകൾ എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് പറ്റി ഒന്ന് ഹാങ് ആയി, അല്ലെങ്കിൽ ഒന്ന് പ്രവർത്തനം സാധാരണ രീതിയിലല്ലാതെ ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഫോൺ നമ്മൾ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കും, ഒന്നും കൂടി ഒന്ന് ഓഫ് ചെയ്ത് ഓണാക്കി നോക്കും, അല്ലെങ്കിൽ ഒന്ന് റീസെറ്റ് ചെയ്ത് നോക്കും. എന്നിട്ടും ശരിയായില്ലെങ്കിൽ നമ്മളൊന്ന് റീസെറ്റ് ചെയ്ത് നോക്കും, ഫോണിൻ്റെ പ്രവർത്തനങ്ങൾ നേരെയാവാൻ വേണ്ടിയിട്ട്. ഇത് തന്നെയാണ് നോമ്പിലും. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇത് തന്നെയാണ് നമ്മുടെ നോമ്പിലും നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ പിതാവും ദൈവത്തിന് ആയിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് വന്നിട്ടുള്ള പാകപ്പിഴവുകൾ, അല്ലെങ്കിൽ നമ്മൾ ഒന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ ആ ബന്ധം ഒന്നും കൂടി ഒന്ന് റീസെറ്റ് ചെയ്ത് ഒന്നും കൂടി റീസ്റ്റാർട്ട് ചെയ്യാനുള്ള അവസരമാണ് നോമ്പിൻ്റെ കാലഘട്ടം. അതുപോലെ തന്നെ നമ്മുടെ ഫോണുകൾക്ക് എന്തെങ്കിലും ഒരു കുറച്ച് കാലം കൂടുമ്പോൾ നമ്മൾ നമ്മുടെ ഫോണുകൾ അപ്ഡേറ്റ് ചെയ്യും. നമ്മൾ ഫോൺ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ എന്തോ നമുക്ക് സംഭവിക്കണേ, ഫോണിൽ പുതിയ പുതിയ കുറേ ഫീച്ചേഴ്സ് ആഡ് ചെയ്യും, അല്ലെങ്കിൽ ഉള്ള ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ആപ്പുകൾ കാര്യങ്ങളൊക്കെ ഒന്നും കൂടി നന്നായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങും. അതുപോലെ നോമ്പ് കാലഘട്ടം നമ്മളുടെ ഓരോരുത്തരിലും ഓരോ അപ്ഡേഷൻ്റെ കാലഘട്ടമാണ്. നമുക്ക് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ആവശ്യമുള്ള മൂല്യങ്ങൾ ചേർത്ത് പിടിക്കേണ്ട കാലഘട്ടം, അല്ലെങ്കിൽ പുതിയ പുതിയ മൂല്യങ്ങൾ, നല്ല മൂല്യങ്ങൾ നമ്മൾ ആഡ് ചെയ്യേണ്ട കാലഘട്ടം. നമുക്ക് ഒരു ഉദാഹരണം പറയാം. പ്രത്യാശ. നമ്മുടെ പിൻതലമുറക്കാരെല്ലാം ദൈവത്തിൽ ഉറച്ച് വിശ്വസിച്ച് നോമ്പെടുത്ത് പ്രാർത്ഥിച്ചു പോകുന്നവരാണ്. അവർ ജീവിതത്തിലുടനീളം നല്ല പ്രത്യാശയുള്ളവരായിരുന്നു. എന്നാൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 90% ആൾക്കാർക്കും പ്രത്യാശ നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അവർ ഇപ്പോൾ പ്രാർത്ഥിച്ചിട്ട് അവരുദ്ദേശിച്ച കാര്യങ്ങൾ ഉടനടി അവർക്ക് സാധിച്ചു കിട്ടിയില്ലെങ്കിൽ ദൈവത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നു. ഇന്ന് വേഗം ഓടിക്കൊണ്ടിരിക്കുന്ന ലോകത്തിൽ അതിവേഗം ഓടുവാനാണ് മനുഷ്യർ ഓരോരുത്തരും ശ്രമിക്കുന്നത്. ആ കാലഘട്ടത്തിൽ വളരെ പെട്ടെന്ന് നമുക്ക് ആവശ്യമുള്ള ആ സാധനങ്ങൾ പെട്ടെന്ന് നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെയാണ് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് നമുക്കതിന് മറുപടി കിട്ടിയില്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് നമ്മൾ അകന്നു പോകും. ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഭ്രമിച്ചു പോകേണ്ട, ഞാൻ നിന്റെ ദൈവമാണ്. നിന്നെ കുറിച്ച് വ്യക്തമായ ഒരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. അത് നിന്റെ ദോഷത്തിനല്ല, നിന്റെ നന്മയ്ക്കെത്രയെന്ന് ബൈബിളിലുടനീളം നമ്മളോട് ദൈവം പറയുന്നുണ്ട്. എന്നാൽ ഇന്ന് ദൈവത്തിൽ നമ്മൾ പ്രാർത്ഥിച്ച കാര്യങ്ങൾ നമുക്ക് ഉടനടി കിട്ടിയില്ലെങ്കിൽ നമ്മൾ ദൈവത്തിനോട് മറുതലിച്ച് നീങ്ങിപ്പോകും. നമുക്ക് ഒരാളുടെ ജീവിതത്തിലേക്ക് നോക്കാം. നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരാളാണ്. ദേശീയ ക്രിക്കറ്റ് ടീമിൽ ഇന്ത്യയുടെ ദേശീയ ക്രിക്കറ്റ് ടീമിൽ കേരളത്തിൻ്റെ അഭിമാനമായ സഞ്ജു സാംസൺ. അദ്ദേഹം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ഭാഗമായിട്ട് ഏകദേശം 10 വർഷത്തോളമായി. ഈ 10 വർഷക്കാലം അദ്ദേഹം ടീമിൻ്റെ ഭാഗമായിരുന്നാലും അദ്ദേഹം കളിച്ച മത്സരങ്ങൾ വളരെ തുച്ഛമാണ്. പലപ്പോഴും പലർക്കും പകരക്കാരനായിട്ട് മാത്രം ഗ്രൗണ്ടിൽ ഇറങ്ങുന്ന ഒരു താരമായി സഞ്ജു മാറുകയായിരുന്നു. അദ്ദേഹം ഈ കാലഘട്ടത്തിൽ ഏറ്റുവാങ്ങിയ കളിയാക്കലുകളും കുറ്റപ്പെടുത്തലുകളും പുതിയ കാലഘട്ടത്തിൻ്റെ ട്രോളുകളും അനവധിയാണ്. ലോകമെമ്പാടും അദ്ദേഹത്തെ കളിയാക്കി. എന്തിന് നമ്മളെ മലയാളികൾ പോലും അദ്ദേഹത്തെ കളിയാക്കി. ഇങ്ങനെ പണി നിർത്തി വേറെ വല്ല പരിപാടിക്കും പോയിക്കൂടെ എന്നൊക്കെ പല രീതിയിൽ നമ്മളും ആളെ കളിയാക്കിയിട്ടുണ്ട്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ദൈവത്തിൽ വിശ്വസിച്ചു. അദ്ദേഹത്തിൻ്റെ അവസരത്തിനായി കാത്തിരുന്നു. ഈ കഴിഞ്ഞ G20 വേൾഡ് കപ്പ് ഒന്ന് നോക്കാം, നമ്മളെല്ലാവരും കണ്ടതാണ്.
അതിൻ്റെ T20 വേൾഡ് കപ്പിൻ്റെ ആദ്യത്തെ കുറച്ച് മത്സരങ്ങളും അദ്ദേഹത്തിന് കളിക്കാൻ പറ്റില്ല. ഇതുപോലെ തന്നെ പകരക്കാരനായിട്ട് അവിടെ ഇരിക്കുകയായിരുന്നു. എന്നാൽ നിർണായക ഘട്ടം വന്നപ്പോൾ അദ്ദേഹത്തിന് കളിക്കാൻ അവസരം കിട്ടി. അദ്ദേഹം മികച്ച രീതിയിൽ കളിച്ചു. അദ്ദേഹം കളിച്ച 3 ഇന്നിങ്സുകളാണ് ഇന്ത്യക്ക് ലോകകപ്പ് തന്നെ സമ്മാനിച്ചത്. ഈ ലോകകപ്പിൻ്റെ അവസാനം ഈ ലോകകപ്പിലെ ഏറ്റവും മികച്ച താരത്തിനുള്ള പ്ലെയർ ഓഫ് ദി ടൂർണമെൻറ്റ് അവാർഡിന് സഞ്ജു സാംസൺ അർഹനായി. അദ്ദേഹം മികച്ചൊരു മത്സരം കാഴ്ചവെച്ചതിന് ശേഷം മുട്ടുകുത്തി ഗ്രൗണ്ടിൽ ക്രിസ്ത്യാനിയെ അദ്ദേഹം കുരിശു വരച്ച് 2 കൈകളും ഉയർത്തി ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു സീൻ നമ്മൾ കണ്ടായിരുന്നു. ആ ഫോട്ടോ ആണ് അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ കിടപ്പുണ്ട്. ആ ഫോട്ടോയ്ക്കാണ് ഈ ലോകകപ്പിൽ ഏറ്റവും അധികം ലൈക്കുകൾ കിട്ടിയത്. ആ സഞ്ജു സാംസൺ അദ്ദേഹത്തിന് 10 വർഷം കാത്തിരിക്കേണ്ടി വന്നു. അദ്ദേഹത്തിന് രാജ്യത്തെ അഭിമാനകരമായ ഒരു മത്സരം കാഴ്ചവെക്കാൻ. അദ്ദേഹം ദൈവത്തിൻ്റെ പദ്ധതിയിൽ വിശ്വസിച്ച് പ്രത്യാശയോടെ നിന്നതുകൊണ്ട് മാത്രമാണ് ഇന്ന് കാണുന്ന സഞ്ജു സാംസൺ. ഇന്ന് അദ്ദേഹത്തിനെ വാഴ്ത്താൻ അന്ന് കുറ്റപ്പെടുത്തിയ എല്ലാവരും വാഴ്ത്തിപ്പാടുകയാണ്, ഇന്ത്യക്ക് ലോക സമ്മാനിച്ച നായകനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരും പറ്റി ദൈവത്തിന് വ്യക്തമായൊരു പദ്ധതിയുണ്ട്. അത് ചിലപ്പോൾ കുറച്ച് കാലങ്ങൾക്ക് ശേഷമായിരിക്കും നമുക്ക് ആ നന്മ ഭവിക്കാൻ പോകുന്നത്. ഒരിക്കലും ദൈവത്തിൻ്റെ പദ്ധതി നമ്മുടെ നാശത്തിനായിട്ടായിരിക്കില്ല, നന്മയ്ക്കായിട്ട് തന്നെയായിരിക്കും. നമ്മൾ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ കാത്തിരിക്കുക. നമുക്ക് നഷ്ടപ്പെട്ടു പോയ നമ്മുടെ പ്രത്യാശകൾ അത് നമ്മൾ വീണ്ടെടുക്കാൻ ശ്രമിക്കാം. നമുക്ക് നഷ്ടപ്പെട്ടു പോയ പ്രത്യാശ എന്ന ഫീച്ചർ നമ്മളിൽ തന്നെ അപ്ഡേറ്റ് ചെയ്ത് നമ്മുടെ ദൈവവുമായുള്ള ബന്ധത്തിൽ റീസെറ്റ് ചെയ്ത് ഒന്നും കൂടി റീസ്റ്റാർട്ട് ചെയ്ത് നമുക്ക് ഈ നോമ്പ് കാലം നമ്മുടെ ദൈവവുമായിട്ടുള്ള ബന്ധം വീണ്ടെടുക്കുവാൻ ഉതകുന്നതായി തീരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എന്നെ കരുതിയവൻ സ്നേഹ